പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതനും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതിമത്കരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ പ്രിയരെ, സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 28-ാം തീയതി, തപസ് കാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച. ഈ രാത്രി ഈശോയോടൊപ്പമായിരിക്കുമ്പോൾ ഈ തപസ് കാലത്തിൻ്റെ ഒരു പ്രധാന ധർമ്മമായ പ്രാർത്ഥനയെ ഈശോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം. ചുങ്കക്കാരനും ഫരിസേയനും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ഈശോ നമുക്ക് പറഞ്ഞു തരിക. ഇതിൽ ഈശോനാഥൻ പറയുന്നുണ്ട്, 18-ാം അധ്യായത്തിലെ ഈ 9-ാമത്തെ തിരുവചനം തന്നെ ഇത് ആരെ ഉദ്ദേശിച്ച? നമ്മളെ ഓരോരുത്തരെയും ഉദ്ദേശിച്ച്. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം, നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കരുത് എന്ന് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിത ശൈലി എങ്ങനെയുള്ളതാകണം, എങ്ങനെയുള്ളതാകരുത് എന്ന് ഈശോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു കഥയാണിത്, ഉപമയാണിത്. ഈശോ നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോൾ പല ആവർത്തി ഇത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്, പല രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുള്ളതാകാം. എങ്കിലും ഈ തപസ് കാലത്തിലൂടെ പോകുമ്പോൾ കരുണയുടെ ഒരു ഉപമയായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു. ഈശോയുടെ കരുണ നമ്മിലേക്ക് വന്നു നിറയുകയും പാപികളായ ബലഹീനരായ ഈശോയുടെ സന്നിധിയിൽ ഈശോയെ നോക്കാൻ പോലും ആവതില്ലാത്ത നമ്മളെല്ലാവരും ഈശോയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതും ഈശോയെ ആശ്രയിക്കേണ്ടതുമായിട്ടുള്ള ഈ വചനഭാഗം, ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഈ ഉപമ നീതിമാന്മാരെന്ന് സ്വയം അവർ അവരെ തന്നെ വിലയിരുത്തുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും സ്വയം ന്യായീകരിക്കുന്നവരാണ്. അവർ തന്നെ തന്നെ നീതിമത്കരിക്കുന്നവരാണ്, മറ്റുള്ളവരെ പുച്ഛിച്ച് കാണുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലും ഈ തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ഈ രാത്രി നമ്മളെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒന്ന് അല്ലേ, ഇപ്രകാരം മറ്റുള്ളവരെ വിധിക്കുകയും ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുക, ഞാനാണെല്ലാം, ദൈവത്തിനവിടെ സ്ഥാനമില്ല, മറ്റുള്ളവർക്ക് സ്ഥാനമില്ല, ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ശൈലിയിൽ നിന്ന് മാറി എൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ, കുരിശിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ, പിതാവിൻ്റെ ഹിതത്തിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ,
അവിടുത്തെ കരുണയിൽ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് ആകണ്ടേ? തങ്ങളിൽ ആശ്രയിക്കുന്ന ഞാൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് പോലും അകന്നു പോകുന്ന ഒരു തലമുറയായി, ഒരു കുടുംബമായി, ഒരു വ്യക്തിയായി ഒക്കെ നമ്മൾ മാറുമ്പോൾ ഈശോനാഥൻ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുച്ഛിക്കുന്നവരാണ്, ജീവിത പങ്കാളിയെ പുച്ഛിക്കുന്നു, നമുക്ക് മുകളിലുള്ളവരെ പുച്ഛിക്കുന്നു, നമുക്ക് താഴെയുള്ളവരെ പുച്ഛിക്കുന്നു, മാതാപിതാക്കളെ പുച്ഛിക്കുന്നു, അധികാരികളെയും സുഹൃത്തുക്കളെയും അയൽക്കാരനെയും ഒക്കെ പുച്ഛിക്കുക. ഞാൻ ചെയ്തിട്ട്, ഞങ്ങൾ ചെയ്തിട്ട്, ഞാൻ നോക്കിയപ്പോൾ ഇതിനേക്കാൾ എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടുകൂടി കാണുന്ന, ഞാൻ ചെയ്തെടുത്തല്ല ഇനിയിപ്പോൾ അവൻ പോയിട്ട് അവൾ പോയിട്ട് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പുച്ഛ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ഹൃദയം, മറ്റുള്ളവരെ സ്വീകരിക്കുന്ന, അംഗീകരിക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ എളിമയോടുകൂടി നമ്മെ തന്നെ തുറന്നു കൊടുക്കുന്ന ഒരു വലിയ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വിശാല ഹൃദയത്തോടു കൂടി സമൂഹത്തെ പുച്ഛിക്കുന്ന, രാഷ്ട്രീയത്തിൽ പുച്ഛിക്കുന്ന ഒരു ജീവിത ശൈലി, അപരനെ മാറ്റിമറിക്കുന്ന നമ്മുടെ ശൈലിയൊക്കെ മാറ്റി ഒരു ശിശു സഹജമായ തുറവിയോടുകൂടി, ആശ്രയബോധത്തോടുകൂടി ശിശുക്കളെപ്പോലെ നിങ്ങളെ തന്നെ ആക്കുമെന്ന് പറയുക. ആ ആശ്രയബോധത്തോടെയും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും എടുത്തു മാറ്റണമെന്ന് ഒരു യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മളെ നീക്കുവാനായിട്ട് നമുക്ക് ഈശോയിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് ആവുന്ന പോലെ ശിരസ് നമിച്ച് ഈശോയുടെ അനുഗ്രഹം നമുക്ക് ഏറ്റുവാങ്ങാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. സങ്കീർത്തനം 31:5 പ്രകാരം എന്നും യാമപ്രാർത്ഥനയിൽ എല്ലാ സഭ ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശക്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തു, ഞങ്ങളെ രക്ഷിച്ചു. ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ് ഐ കമൻഡ് മൈ സ്പിരിറ്റ്. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ പ്രിയപ്പെട്ടവരെ, നല്ലൊരു ശുഭരാത്രിയും നല്ല പുതിയൊരു പ്രഭാതവും നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ രാത്രിയും പുതിയ പ്രഭാതത്തിലും സംരക്ഷിക്കട്ടെ. വീണ്ടും നാളെ കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.